പ്രളയം കവർന്ന നേപ്പാളിലെ ദേവിഘട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് മീഡിയാവർ സംഘം ഇപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. കാരണം തൃശ്ശൂലി നദി വീണ്ടും കരകവിഞ്ഞൊഴുകാൻ പോകുന്നു എന്നുള്ളൊരു വിവരം ഇവർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ ആശങ്കയിലായിരിക്കുകയാണ് ഇവിടെയുള്ള ആളുകൾ. കാരണം ചൈനയിൽ നിന്ന് വീണ്ടും ഹിമപാതം ഉണ്ടായിരിക്കുന്നു. ഹിമതടാകം അവിടെ നിന്ന് പൊട്ടിയിരിക്കുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഈ നദിയിലൂടെ കടന്നു പോകുമെന്നുള്ളൊരു വിവരം ചൈനയാണ് നേപ്പാളിന് നൽകിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും അതിൻ്റെ ഒരു ആശങ്ക ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുകയാണ്. ദേവിഘട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നേപ്പാൾ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും ആളുകളെയെല്ലാം ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ഈ ദേവിഘട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ പ്രളയത്തിൽ, ആ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട ഭൂരിഭാഗം ആളുകളെയും ഒരുപക്ഷെ എല്ലാവരെയും അവിടെ കണ്ടെത്താൻ സാധിച്ച എല്ലാവരെയും നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും നിരവധി ആളുകളെ 500-ലധികം ആളുകൾ ഇവിടെ നിന്ന് തന്നെ കണ്ടെത്താനുണ്ട്, കാണാതായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇവിടെയുള്ള NDRF സംഘം നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് തൃശ്ശൂലി റിവർ, തൃശ്ശൂലി നദിയാണ് ഈ കാണുന്നത്. ആ നദി ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിസരത്ത് ആ വെള്ള നിറത്തിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം പ്രളയമുണ്ടായ സ്ഥലങ്ങളാണ്. നദി കരകവിഞ്ഞൊഴുകിയതാണ്. അതുകൊണ്ട് ആ പ്രദേശത്തുണ്ടായിരുന്ന വീടുകളും ഒക്കെ തകർന്നിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ ചെറിയ ചെറിയ വീടുകളൊക്കെ ഈ പാടത്തിന് നടുവിലായിട്ട് ഉണ്ട്. അതുപോലെ അതിന് സമീപത്തും അപ്പുറത്തെ കരയിലും നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ആളുകളുമായി കണക്ട് ചെയ്യിക്കാൻ, അതായത് കരക്കപ്പുറത്തേക്ക് പോകാനായിട്ട് ഉണ്ടായിരുന്ന ഒരു ഏക മാർഗമായിരുന്നു ഒരു പാലം. ആ പാലം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അപ്പുറത്തെ കരയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഹെലികോപ്റ്റർ മാത്രം മാർഗമേ ഇനി അങ്ങോട്ട് പോയി അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ അതായത് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം പോയി ഹെലികോപ്റ്റർ മാർഗം ആളുകളെ എല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇനിയിപ്പോൾ ആരുമില്ല. അതായത് ആരും അവിടെ പരിശോധന നടത്തിയപ്പോൾ ആരും കണ്ടിട്ടില്ല എന്നാണ് ഈ നേപ്പാൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ആളുകളുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ആളുകൾക്ക് ഭീതി ഉള്ളത് ഇനി വീണ്ടും ഒരു പ്രളയം ഉണ്ടാകുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തേന് സമാനമായി വെള്ളം ഇരച്ചെത്തി ഇവിടെയുള്ള മനുഷ്യരെയെല്ലാം ഇല്ലാതാക്കുമോ, ഇവിടെയുള്ള സ്ഥാപനങ്ങളും വീടുകളും കടകളും എല്ലാം തകർത്തെറിയുമോ എന്നുള്ളൊരു ആശങ്ക ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. നാരായൺഘട്ടിലെ ആശുപത്രിയുമായി ഒരു ചെറിയ ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. ഒപ്പം ക്ഷേത്രവും വൃദ്ധസദനവും എല്ലാം പൂർണ്ണമായും മണ്ണിനടിയിലാകുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് ഒരു തരത്തിലുള്ള വിവരവുമില്ല. ഒരു കാരണവശാലും ആളുകൾ അവിടേക്ക് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ ഇപ്പോഴും വലിയ ആശങ്കയിലാണ്. വീണ്ടും പലയിടങ്ങളിലും മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നു, ഹിമതടാകം പൊട്ടുന്നു എന്നുള്ള വാർത്തകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് പോലും ഇവിടെയുള്ള സാധാരണക്കാർക്ക് അറിയില്ല. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി ഇവർ ഇവിടെ തീ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നദി എപ്പോഴാണ് രൂക്ഷമായി ഒഴുകുക, എപ്പോഴാണ് നദി കരകവിഞ്ഞൊഴുകുക എന്ന് ഇവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. ഈ ഹിമപാതം പൊട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക. ബോഷാഘട്ട് നദിയിൽ ഉൾപ്പെടെ ആ നദിയിലൂടെ കടന്നു വന്ന് പിന്നീട് ഇതിവിടെ എത്തുകയാണെങ്കിൽ ഇവിടെയുള്ള ആളുകളെല്ലാം കാര്യമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് എത്രയും വേഗം ഈ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ പാർക്കുന്ന ആളുകളോട് മാറിപ്പോകണമെന്നുള്ള നിർദ്ദേശം നേപ്പാൾ സർക്കാർ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വലിയ ദുരന്തങ്ങൾക്കിടയാക്കും. എത്രയും വേഗം മറ്റിടങ്ങളിലേക്ക്, സുരക്ഷിതമായിട്ട് ഇടങ്ങളിലേക്ക് പോകണം. അല്ലെങ്കിൽ സർക്കാർ ഒരുക്കിയിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്, സ്കൂളുകളും കോളേജുകളും ഉണ്ട്, അവിടേക്ക് മാറണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഇന്ത്യക്കാരെ കുറിച്ചുള്ള ഒരു ആശങ്കയും ഇപ്പോഴും നിലനിൽക്കുകയാണ്. എവിടെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ള ഇന്ത്യക്കാരെന്നതിനെക്കുറിച്ച് ഒരു വിവരവും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. വിനോദസഞ്ചാരത്തിനായിട്ടും മറ്റൊക്കെയായി ജോലി ആവശ്യത്തിനൊക്കെയായി വന്ന ഇന്ത്യക്കാരുണ്ട്, അവരെയൊന്നും കാണുന്നില്ല. മാനസ സരോവർ യാത്രയുടെ ഭാഗമായി വന്ന ആളുകളുണ്ട്. അവിടെയെല്ലാം പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു, പ്രളയം ഉണ്ടായിരിക്കുന്ന ആളുകളെല്ലാം വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ആളുകളെ കാണാനില്ല എന്നുള്ള വിവരങ്ങൾ വരുന്ന അത്തരത്തിൽ വലിയ ആശങ്ക നിറഞ്ഞ മണിക്കൂറുകളിലൂടെയാണ് നേപ്പാൾ ഇപ്പോഴും കടന്നു പോകുന്നത്.